നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഷെഹസാദ് ഭട്ടി നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള 253 ഭീകരവാദികളെ ഇന്ത്യയുടെ 14 സംസ്ഥാനങ്ങളിലായി പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ്. എന്നാൽ വേണ്ടത്ര ഗൗരവത്തോടുകൂടി വളരെ ചെറിയ വിഷയങ്ങൾ പോലും ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തയെ തമസ്കരിക്കുന്നു. വേണ്ടത്ര ഗൗരവത്തോടുകൂടി അതിനെ കാണുന്നില്ല. എന്താണ് ഇതിന് പിന്നിലെ കാരണം? അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മളൊരു കാര്യം പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു അപ്രഖ്യാപിത യുദ്ധം മോദിക്കും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു നിലപാടാണ്. ശരിക്കും പറഞ്ഞാൽ കേരള മാധ്യമങ്ങൾ ഇത് തമസ്കരിക്കുന്ന, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി തിന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്തെങ്കിലും ഒരു നന്മ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ 12 വർഷത്തിൻ്റെ? നമ്മുടെ മാധ്യമങ്ങൾ ഇല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിക്കില്ല. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളല്ല, മാധ്യമവേശ്യകളാണുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇച്ചിരി സബ്സ്റ്റാൻഡേർഡ് പ്രയോഗമാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. കേരള മാധ്യമ ലോകം കണ്ടാൽ മുംബൈയിലെ കാമാത്തിപുര പോലെ ഒരു ലോകമാണ് കേരളത്തിലെ മാധ്യമ ലോകം. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അടക്കം വിരലിലെണ്ണാവുന്ന ചില മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റ് മുഴുവൻ വൃത്തിഹീനമായ മാധ്യമങ്ങളാണ്. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും എത്രയോ അധപ്പതിച്ചിരിക്കുന്നു. പിണറായി വിജയൻ്റെ പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പദമേ ഉള്ളൂ ഞാൻ ഉപയോഗിച്ചത്, പരനാരികൾ പത്രാധിപന്മാരാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ പത്രമാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ്. എത്രയോ പ്രഗത്ഭന്മാരിരുന്ന കസേരകളാണ്. ഒരു പരിധിവരെയെങ്കിലും സത്യസന്ധമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രം ഞാൻ കണ്ടത് കേരള കൗമുദിയാണ്. മറ്റെല്ലാ പത്രങ്ങളും നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തെ തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. നരേന്ദ്രമോദി 12 വർഷത്തിനിടയിൽ തിന്മകൾ മാത്രം ചെയ്ത ഒരാളാണ്. ആദ്യത്തെ 5 വർഷം അദ്ദേഹം ചെയ്ത തിന്മയുടെ ഫലമാണോ 2019 വന്നപ്പോഴേ 303 സീറ്റ് കൊടുത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം? 2024 തിരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ, അതിന് വേറെ ചില കാരണം, അത് പൊളിറ്റിക്കലല്ല, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. 2002 മുതൽ 2014 വരെ നരേന്ദ്രമോദി അവർ ടാർഗറ്റ് ചെയ്യുന്ന ഗോദ്ര പറഞ്ഞായിരുന്നു. അത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളുണ്ടായിരുന്നു. ഗോദ്ര പറഞ്ഞ് ഭ്രൂണം, തൃശ്ശൂരം, ഗർഭിണി, ഇതൊരു ഇക്വേഷൻ ആയിരുന്നല്ലോ. ഇവർ കുറേയേറെ ബഹളം ഉണ്ടാക്കി. മോദി അത് മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് എതിരായിട്ട് തിരിയാനുള്ള കാരണം, അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ പത്രക്കാരെ കൂടെ കൊണ്ടുപോകും, പ്രധാന പത്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകും. ഈ പത്രക്കാരനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കള്ളും കുടിച്ച് നല്ല മദ്യവും വാങ്ങിച്ച് അത്യാവശ്യം കള്ളക്കടത്ത് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ കള്ളക്കടത്തും വാങ്ങിച്ച് നടത്തി ഗ്രീൻ ചാനലിലൊടുക്കി പുറത്തു പോകുമായിരുന്നു. ഈ പരിപാടിയെ നരേന്ദ്രമോദി നിർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ദൂരദർശൻ്റെ ഒരു ടീം വന്നാൽ മാത്രം മതി, അവർ ക്ലിപ്പിംഗ് കൊണ്ടുവരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കുക, ഇഷ്ടമില്ലാത്തവരെ കൊടുക്കണ്ട. അത് പറഞ്ഞതോടുകൂടി ഈ മാധ്യമങ്ങൾ മുഴുവൻ മാധ്യമങ്ങളും വിദേശ രാജ്യത്തെ സന്ദർശിക്കാൻ കാത്തിരുന്ന സകല നിരാശാകാമുകന്മാരും മോദിക്കെതിരെ തിരിഞ്ഞു. അവിടെ തൊട്ടാണ് അവർ യുദ്ധം തുടങ്ങുന്നത്. മോദി അങ്ങനെ പറയാനുള്ളൊരു കാരണം, നരേന്ദ്രമോദിക്കറിയാം തന്നെ അധികാരത്തിൽ എത്തിച്ചത് പത്രങ്ങളുടെ നെഗറ്റീവ് പ്രചരണമാണ്. അതതിൻ്റെ വാസ്തവം. പത്രങ്ങളുടെ നെഗറ്റീവ് പ്രചരണമാണ്. അതായത് ചായ്വാല എന്ന് വിളിച്ച ആൾക്കാരുണ്ട്, അതായത് ചായ അടിക്കുന്ന ആൾക്കാരെന്തിനെ ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മരണത്തിൻ്റെ വ്യാപാരി എന്ന സോണിയ കോൺഗ്രസ് നേതാക്കന്മാരുമൊക്കെ വിളിച്ച സമയത്ത് അതിനെ കൊട്ടിഘോഷിച്ച് നടന്ന മാധ്യമങ്ങളുണ്ട്. അങ്ങനെ അല്ല, കോൺഗ്രസിൻ്റെ സ്വീകരിച്ച സമീപനം നോക്കിയാൽ നരേന്ദ്രമോദിയെ ആദ്യം സോണിയാഗാന്ധി വിശേഷിപ്പിച്ചത് മരണത്തിൻ്റെ വ്യാപാരി എന്നാണ്. ആ മരണത്തിൻ്റെ വ്യാപാരിക്കുള്ള മറുപടി നരേന്ദ്രമോദി കൊടുത്തിരുന്നു എങ്കിൽ ചിത്രം ഇവിടെ നിൽക്കുമെന്ന് അറിയണം. സഞ്ജയ് ഗാന്ധിയുടെ മരണം, മാധവറാവ് സിന്ധ്യയുടെ മരണം, സച്ചിൻ പൈലറ്റിൻ്റെ മരണം, GMC ബാലയോഗിയുടെ മരണം, പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മരണം, അല്ലാതെ അവസാനം YSR റെഡ്ഡിയുടെ മരണം, അവസാനം രാജീവ് ഗാന്ധിയുടെ മരണം. ഈ മരണത്തിനൊക്കെ ഒറ്റ ഗുണഭോക്താവേ ഉണ്ടായിരുന്നുള്ളൂ, അത് സോണിയാഗാന്ധിയായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് നിഷേധിക്കാൻ കഴിയും. ഈ എല്ലാ മരണങ്ങളുടെയും ഗുണഭോക്താവ് സോണിയാഗാന്ധിയായിരുന്നു. എന്തായാലും മാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി അത് പറഞ്ഞില്ല. അദ്ദേഹം ഒരു പ്രാവശ്യം മാത്രം റിയാക്ട് ചെയ്തു. അത് മൻമോഹൻ സിംഗിനെതിരായിട്ടാണ്. മൻമോഹൻ സിംഗ് വളരെ മോശമായ, അൺപാർലമെൻ്ററി എന്നല്ല പറഞ്ഞത്, അദ്ദേഹം പറയാൻ പാടില്ലാത്ത ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇന്ത്യ വലിയ സാമ്പത്തിക പാപ്പരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ചായ കടക്കാൻ ഇന്ത്യ പ്രധാനമന്ത്രി ചായ കടക്കാൻ ഒരിക്കലും അദ്ദേഹം ഉപയോഗിച്ചില്ല. അത് ഉപയോഗിച്ചതിലെ അധമനാണ്
മണിശങ്കര അയ്യർ. അതെ അതെ മണിശങ്കരൻ്റെ എന്ത് അവൻ്റെ അഡ്രസ്സ് പോലും ഇല്ലല്ലോ. ഇവനെയൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ കണി കാണാൻ കൊള്ളാത്തവനാണ്. ഇപ്പം എന്താ പവൻ കേര, അത് ഈ മണിശങ്കരൻ്റെ വേറൊരു പതിപ്പ്. ഇതൊന്നും പിടിച്ചു നിൽക്കത്തില്ല. അതെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നപ്പോഴും ഒരിക്കൽ മാത്രം അദ്ദേഹം റിയാക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എൻ്റെ പരിമിതികളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല, സാമൂഹിക വിദഗ്ധനല്ല, സ്വാതന്ത്ര്യ സമര സേനാനിയല്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു കുടുംബത്തിൻ്റെ നൈറ്റ് വാച്ച്മാനല്ല. അതാണ് മൻമോഹൻ സിംഗിനെ വേദനിപ്പിച്ചത്. നൈറ്റ് വാച്ച്മാൻ പ്രധാന അർത്ഥമുണ്ട്. വാച്ച്മാൻ രാത്രി വരുന്ന വാച്ച്മാൻ്റെ കാര്യമാണ്. അപ്പം നൈറ്റ് വാച്ച്മാൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാതെ കയറി മൻമോഹൻ സിംഗിനെ കൊണ്ടു. അദ്ദേഹം വലിയ ദുഃഖം രേഖപ്പെടുത്തി. പിന്നെ ഒരിക്കൽ പോലും അദ്ദേഹം മൻമോഹൻ സിംഗിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ നമ്മുടെ മല്ലികാർജുന ഖാർഗ്, അദ്ദേഹം ലോക്സഭയിൽ കയറിയില്ലേ, നരേന്ദ്രമോദിജി അങ്ങ് അധികാരത്തിൽ വന്നു, ഞാനടക്കമുള്ള ദളിതർ അനുഭവിക്കുന്ന പീഡനം ഭയങ്കരമാണ്, അങ്ങ് ഈ രാജ്യത്തൊന്നും ചെയ്യുന്നില്ല, ദളിതരെ അങ്ങ് അവഗണിക്കുന്നു, ഞങ്ങൾക്ക് വീടില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, ജോലിയില്ല, ഞങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ് നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചു. നിർനിമേഷനായ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ ഈ പ്രസംഗമെല്ലാം കണ്ടിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, 1947 തൊട്ട് ഇന്ത്യ ഒരുപാട് പ്രധാനമന്ത്രിമാരും ഭരിച്ചു, എല്ലാം പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാർ, ആരും മോശക്കാരല്ലായിരുന്നു. അവർക്കാർക്കും ഒരു സുപ്രഭാതം കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവർ ഭരിച്ചതിന് അവസരമില്ലേ 2014 വരുന്നത്. അവർ പരിചയിച്ച് കൊടുത്ത ദളിതന്മാരല്ലേ നരേന്ദ്രമോദിക്ക് കിട്ടിയത്. അല്ലെ നരേന്ദ്രമോദി വന്നപ്പോൾ കുറേ ദളിതന്മാരെ എല്ലാം കൂടെ വിദേശത്തുനിന്ന് കൊണ്ടുവരുമല്ലായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ദളിതരല്ലേ അദ്ദേഹത്തിൻ്റെ കീഴിലും ഭരിക്കുമ്പോൾ ഭരിക്കപ്പെടുന്നവരായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം വളരെ സരസമായ ഒരു മറുപടി അദ്ദേഹം ചോദിച്ച, ഖാർഗെജി, അങ്ങ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, അങ്ങ് ദളിതനാണ്, അങ്ങ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അങ്ങേക്ക് ഇത്ര ലക്ഷം രൂപയുടെ, ഇത്ര ആയിരം രൂപയുടെ സ്വത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങേക്ക് ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര ലക്ഷം രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഗവൺമെൻറ് ചെയ്യാൻ ഒക്കുന്നൊക്കെ ഗവൺമെൻറ് ചെയ്യാം. അപ്പം അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ദളിതർക്ക് ഒക്കെ അങ്ങ് കുറച്ച് സഹായം ചെയ്തുകൂടെ? അങ്ങ് വിചാരിച്ചാൽ 100 വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലേ? ശരിക്കും അങ്ങ് വിചാരിച്ചാൽ 1000-1500 വീട് വെച്ച് കൊടുക്കാം, 100 വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലേ? ഗവൺമെൻറ്റിന് അത്രയും ഒരു ആശ്വാസം കിട്ടില്ലേ എന്ന് ചോദിച്ചതോടുകൂടിയാണ് അന്ന് അത് അവസാനിച്ചത്. പിന്നീട് നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്ത ഒരാൾ രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് റഫേൽ ഇടപാടിൽ നരേന്ദ്രമോദിയെ വിളിച്ചത് ചൗക്കിദാർ ചോർഹെ എന്നായിരുന്നു. ആരും ഏറ്റു വിളിച്ചില്ല, രാഹുൽ ഗാന്ധി പറഞ്ഞു. നിവൃത്തി കേട്ടപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു, മോനെ, ഞാനല്ല കള്ളൻ, അത് നിൻ്റെ അച്ഛനായിരുന്നു, ബൊഫോഴ്സ് കേസിലാണ് കാശ് വാങ്ങിച്ചത്, അത് ലോട്ടസ് എന്ന അക്കൗണ്ടിൽ ബാങ്കിൽ കിടപ്പുണ്ട്. അത് പറഞ്ഞില്ല, ഇതേ പറഞ്ഞുള്ളൂ, ഞാൻ കള്ളനല്ല, നിൻ്റെ അച്ഛനായിരുന്നു അരുമണി കള്ളനായിട്ട് മുദ്ര കൊത്തപ്പെട്ടത് തെളിവുണ്ട്. അതാണ് പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതേ മാതൃകയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ തുടരുന്നത്. നരേന്ദ്രമോദി രാജ്യത്തിനൊന്നും ചെയ്തിട്ടില്ല, തിന്മകൾ മാത്രം ചെയ്ത ഒരു തിന്മ മരം. നന്മ മരത്തിനെ അവരൊരുപാട് കാണുന്നുണ്ടല്ലോ, അവരൊരുപാട് കൊണ്ടുവന്ന നന്മ മരങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ അവിടെ നിൽക്കട്ടെ. ഒരു തിന്മ മാത്രം നൽകുന്ന ഒരു മരമായി നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. അപ്പം ഈ ഹരീഷൻ പറഞ്ഞത് ഇപ്പോൾ വളരെ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 ശേഷം ഇന്ത്യയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടില്ല. ഓർത്ത് നോക്കണം. മുംബൈ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് സമുദ്രത്തിലൂടെ വന്നിറങ്ങി നമ്മുടെ പ്രസ്റ്റീജ് സ്ഥാപനമായ ഹോട്ടൽ താജ് ആക്രമിക്കുന്നു. ഛത്രപതി ശിവജി ടെർമിനൽ വണെന്ന് നെടുകയും കുറുകയും ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. 2 ദിവസം മുംബൈയുടെ നിയന്ത്രണം അവരുടെ കയ്യിലല്ലായിരുന്നു. 166 പേര് മരിച്ചു. 166 പേര് മരിച്ചു. എന്താ ചെയ്തത്? ഇടയ്ക്കിടയ്ക്ക് ബോംബ് പൊട്ടാറില്ല. തെരുവ് യുദ്ധമാണ് നടത്തിയത്. ഡൽഹിയിലെ ബോംബ് സ്ഫോടനത്തിന് വന്ന ഒരുത്തനെ അറസ്റ്റ് ചെയ്തു. അവൻ്റെ വണ്ടിയിൽ അറിയാതെ സ്ഫോടനം നടന്നു. രാജ്യത്തിൻ്റെ ഭാഗ്യത്തിന് മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്തില്ലേ. 253 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു 60 പേരെ 80 പേരെ അങ്ങോട്ട് UP നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇല്ല, 62. വളരെ കൃത്യമായി UP കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വർക്ക് ഉണ്ട്. കേരളം വിടണ്ട. കേരളത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട 2 പേരല്ലേ ഉള്ളൂ. സിറിയയിൽ ആട് മേയ്ക്കാൻ പോയത് എവിടുന്ന്? കേരളത്തിൽ നിന്നല്ലേ. അരിയും മലരും കരുതാനും കുന്തിരിക്കം കരുതാനും, അരിയും മലരും ഹിന്ദുവും കുന്തിരിക്കം ക്രിസ്ത്യാനിയും കരുതിക്കൂടാ, നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടാ എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും പ്രതികരിച്ചു? അത് കേരളത്തിൽ നിന്ന് 2 പേരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കേരളം അവരുടെ ഒരു ആസൂത്രണത്തിൻ്റെ സെൻറ്ററായിട്ടാണ് കാണുന്നത്. അവിടെ കേരളത്തിൽ സ്ഫോടനം നടത്താൻ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുന്നേ ഉള്ളൂ. ഇനി കേരളം രക്ഷപ്പെട്ടില്ല ഇപ്പോൾ ഈ 2 പേരെ പിടിച്ചുകൂടിയ സ്ഥിതിക്ക്. കാരണം കേരളത്തിൽ നിന്നാണ് ഇവരുടെ നേതാക്കന്മാരിൽ പല ആൾക്കാരും എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്.
അല്ല, കേരളം വളരെ വളരെ സ്ഫോടനാത്മകമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. ആരെപ്പോൾ എങ്ങനെ കൊല്ലപ്പെടുന്നൊന്നും പറയാനൊക്കത്തില്ല. കൃത്യമായി ഭീകരന്മാർ ദാക്ഷിണ്യം കാണിക്കുന്നുണ്ടാണ് കേരളീയരിങ്ങനെ നിൽക്കുന്നത്. കാരണം ഭീകരന്മാരോടൊപ്പമാണ് മാധ്യമങ്ങൾ. അൽ മനോരമ, അൽ മാതൃഭൂമി, അൽ ഏഷ്യാനെറ്റ്, ഇതെല്ലാം അവർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. നിഷ്പക്ഷമായി വാർത്ത കൊടുക്കുന്ന ഒരു ചാനലിൻ്റെ പേര് പറയാം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഈ നികൃഷ്ടന്മാർക്കെതിരെ പ്രതികരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നത് ഏതടിസ്ഥാനത്തിലാണ്? ഇവർ സത്യസന്ധമായി വാർത്ത കൊടുക്കാത്തതുകൊണ്ടല്ലേ വന്നത്. അപ്പോൾ 253 പേരെ അറസ്റ്റ് ചെയ്തൊരു നിസ്സാര വാർത്തയാണ് അവർക്ക്. പക്ഷേ ദേശീയ പത്രങ്ങൾ നോക്കിക്കട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് നോക്കിക്കട്ടെ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നോക്ക്, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, അവർക്ക് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം രാജ്യത്ത് ഭീകരപ്രവർത്തനം വർദ്ധിച്ചു വന്നാൽ എല്ലാവരുടെയും ജീവിതം അരക്ഷിതാവസ്ഥയിലാകും. പക്ഷേ അത് മലയാള മാധ്യമങ്ങളിൽ വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. വാർത്തകളെ അവർ തമസ്കരിക്കുന്നു, ചില വാർത്തകളെ വളച്ചൊടിക്കുന്നു. വാർത്ത നൽകിയിരുന്നു, പക്ഷേ വേണ്ടത്ര ഗൗരവമോ ചർച്ചയോ ഒന്നും തന്നെ. ഏതെങ്കിലും ഏഷ്യാനെറ്റിൽ പൂച്ച പറ്റാൽ വാർത്ത കൊടുക്കുന്ന ചർച്ച നടത്തുന്നില്ലേ? അവിടെ കുറേ പേരുണ്ടല്ലോ. എന്തൊക്കെ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് ചർച്ച നടന്നത്. മഴ പെയ്താ ചർച്ച, മഴ പെയ്തില്ലേ ചർച്ച, റോഡിലാരെങ്കിലും തെന്നി വീണ ചർച്ച, ഇതൊക്കെ ചർച്ച ഇതെല്ലാം ചർച്ചിച്ചുകൊണ്ടിരിക്കുന്നവന് ഈ 253 പേരെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. സ്ഥിതി ആശങ്കാജനകമല്ലേ? കേരളത്തിൽ ഭീകരപ്രവർത്തനമുണ്ടോ? ഇവന്മാരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കോട്ടും ടൈയും കെട്ടി ഈ ചാനൽ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെ നിശബ്ദമായി പിന്താങ്ങുകയോ പരസ്യമായി പിന്താങ്ങുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ തമസ്കരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന ഈ നികൃഷ്ട ജന്മങ്ങൾ, മാധ്യമപ്രവർത്തകരെന്ന നികൃഷ്ട ജന്മങ്ങൾ നമുക്ക് ബാധ്യതയാണ്. ഇവരുടെ ഈ നിസ്സംഗത നമ്മുടെ കേരളത്തിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വലിയ വളമാണ്. വളവും വെള്ളവും കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് 253 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവർ പുലർത്തിയ നിസ്സംഗത. അതെ, ഈ രീതിയിലാണ് അവർ പല കാര്യങ്ങളെടുത്താലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബ്രജ്ഭൂഷണെയൊക്കെ അറസ്റ്റ് ചെയ്തത്. ബ്രജ്ഭൂഷണെതിരെ ദിവസങ്ങളോളം വാർത്ത നൽകിയതായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ, ചർച്ചകൾ നടത്തി. അദ്ദേഹം പീഡന വീരനാണ്, നമ്മുടെ ഗുസ്തി ഫെഡറേഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കുന്നത് വളരെ വലിയ മോശമാണ്, കായിക താരങ്ങൾ രാജിവെക്കാൻ പോകുന്നു. പക്ഷേ അദ്ദേഹത്തെ മോചിപ്പിച്ചപ്പോഴത്തേക്ക് ഒരു ചർച്ചയില്ല, ഒരു രീതിയിൽ ചെറിയൊരു വാർത്തയിൽ ഇത് പറഞ്ഞ പോലെ 253 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഒരു അതിലും വളരെ താഴ്ന്ന പ്രാധാന്യത്തോടു കൂടി ഇവരത് തമസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ മറിച്ചിടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ അവർ കൊടുക്കും. പക്ഷേ രാജ്യത്തിന് അനുകൂലമായിട്ടോ രാജ്യത്തിനകത്ത് ഭീകരാക്രമണം നടത്തുന്നതുമായി പദ്ധതികളെ പൊളിച്ചടുക്കിയാലോ ഒന്നും തന്നെ വാർത്തകൾ കൊടുക്കുന്നില്ല. അത് ഇനി എന്നാണ് അവർ നന്നാവുക? ഇവർ നന്നാവില്ല. ജനത്തിനാണ് പ്രശ്നമുള്ളത്. ഈ വൃത്തികെട്ട മാധ്യമങ്ങളെ തമസ്കരിക്കണം. ഇവന്മാർ പറയുന്ന പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കണം. ഇവരെ വിശ്വസിക്കാതിരിക്കുക. അതാണ് ജനത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമുക്ക് വാർത്ത കാണാതിരിക്കാനൊക്കത്തില്ല. പക്ഷേ കള്ളവാർത്തയാണ് ഈ വൃത്തികെട്ട മാധ്യമങ്ങൾ നൽകുന്നത്, ഈ വേശ്യാ മാധ്യമങ്ങൾ നൽകുന്നത്. അത് വേശ്യാനെറ്റ് അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇതാണ് ചെയ്യുന്നത്. ജനം തിരിച്ചറിയുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഒരു മാധ്യമത്തെയും നിരോധിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. മീഡിയ കൊണ്ട് പോലും ഇവിടെ നിൽക്കില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമി സൗദി അറേബ്യ ചെന്ന് ചാനൽ നടത്താൻ സമ്മതിക്കും, UAE ചാനൽ നടത്താൻ സമ്മതിക്കും. ഇന്ത്യയിൽ നടക്കുന്നില്ലേ? അടുപ്പൂട്ടി ചർച്ച നടക്കുന്നില്ലേ? ജയശങ്കറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത് നടക്കട്ടെ. അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ജനങ്ങൾ ഉണരണം. ഈ വൃത്തികെട്ട മാധ്യമങ്ങൾ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് ജനം മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജനങ്ങൾക്ക് മാത്രമേ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ മാധ്യമങ്ങൾ 4ാം തൂണല്ല, 4ാം കാലിൽ നിൽക്കുന്ന, നമ്മൾ പറയുമല്ലോ കള്ളു കുടിച്ചാൽ 4ാം കാലിലാന്ന്, 4ാം കാലിൽ നിൽക്കുന്ന അധമന്മാർ നടത്തുന്ന ഒരു പ്രവർത്തനം മാത്രമല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും സത്യം പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജിഹാദികൾക്ക് വേണ്ടിയുള്ള PR വർക്ക് ഇവർ നടത്താൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെയധികം എത്രയോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പഴക്കമുള്ള മാധ്യമങ്ങൾ, സ്വതന്ത്ര കാലഘട്ടത്തിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ച മാധ്യമങ്ങൾ ഇത്രയേറെ അധപ്പതിച്ചു പോയല്ലോ എന്നുള്ളതാണ്. തീർച്ചയായും ഇത് കൃത്യമായി ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം, മാധ്യമങ്ങൾ പരിഷ്കരിക്കപ്പെടണം എന്നുള്ളതാണ്. ഫോർത്ത് എസ്റ്റേറ്റ് 4ാം തൂണ് എന്ന് അങ്ങ് വിശേഷിപ്പിച്ചതുപോലെ 4ാം തൂണായ മാധ്യമങ്ങൾ സത്യം തിരിച്ചറിയണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. കാരണം നിങ്ങളിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നതും ജനങ്ങളെ പ്രചോദിപ്പിക്കേണ്ടതും നിങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ
ജനങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഇറക്കിയത്. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ എമ്പാടും നടക്കുന്ന ഒരു കാലമാണ്. അതിന് ശക്തിയുക്തം പോരാടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ട മാധ്യമങ്ങൾ കണ്ണടച്ചു പോയാൽ നാളെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ കൂടെ അതേ ലൈനിൽ വന്നെങ്കിൽ മാത്രമേ ഒരു നല്ല ദേശീയ സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കൂ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.